ബഹുമാന്യ സഹോദരി സഹോദരന്മാർക്കും യേശുക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ വന്ദനം അറിയിക്കുന്നു. ഈ രാത്രിയിലും നമുക്ക് ദൈവവചന പഠനത്തിനായിട്ട് ഒരുമിച്ച് കൂടുവാൻ കർത്താവ് കൃപ നൽകി, അതോർത്ത് സ്തോത്രം ചെയ്യാം. പ്രവാചകനായ യിരെമ്യാവിനെ കുറിച്ചാണല്ലോ നാം കഴിഞ്ഞ ആഴ്ച ചിന്തിക്കാൻ തുടങ്ങിയത്. ഒരു മുഖവരി എന്ന വണ്ണം അദ്ദേഹത്തിൻ്റെ പശ്ചാത്തലം ഒന്ന് പറയാൻ ശ്രമിക്കുകയായിരുന്നു. പ്രധാനമായി രണ്ട് കാര്യമാണ് നമ്മൾ നോക്കിയത്. ഒന്ന്, അദ്ദേഹത്തിൻ്റെ കാലഘട്ടം. രണ്ട്, അദ്ദേഹത്തിൻ്റെ കുടുംബ പശ്ചാത്തലം. യഹൂദ രാജ്യത്തെ അവസാനത്തെ 5 രാജാക്കന്മാരുടെ കാലത്താണ് യിരെമ്യാവ് ജീവിച്ച് ശുശ്രൂഷിച്ചത് എന്ന് നാം പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ സ്ഥലം, കുടുംബ പശ്ചാത്തലം, അദ്ദേഹം അഹരോന്യ കുടുംബത്തിൽ ഹിൽക്കിയ പുരോഹിതൻ്റെ മകനായിട്ട് ജനിച്ചു. ഒരു പുരോഹിതനാകുവാനുള്ള എല്ലാ സാധ്യതയിലും താൻ നിൽക്കുമ്പോഴാണ് ദൈവം അദ്ദേഹത്തെ പ്രവാചകനായി വിളിക്കുന്നത്. ഇത്രയും പറഞ്ഞാണ് കഴിഞ്ഞ ആഴ്ച നമ്മൾ അവസാനിപ്പിച്ചത്. ഒരു പുരോഹിതനായിരിക്കുന്നതിനേക്കാൾ എത്ര വിഷമകരമാണ് ഒരു പ്രവാചകനായി ശുശ്രൂഷ ചെയ്യുക എന്നുള്ളതിൻ്റെ 5 ന്യായങ്ങൾ നമ്മൾ കണ്ടു. ആ ഭാഗമൊന്നും ഇനി ആവർത്തിക്കാനായിട്ട് ഇന്ന് നമുക്ക് നിവൃത്തിയില്ല. കഴിഞ്ഞ ആഴ്ച നിർത്തിയിടത്ത് നമ്മൾ ഇന്ന് ആരംഭിക്കുകയാണ്. നമുക്ക് യിരെമ്യാവിൻ്റെ പ്രവചനമെടുക്കാം. 1-ാം അധ്യായം അതിൻ്റെ 4ഉം 5ഉം വാക്യങ്ങൾ ഇപ്പോൾ വായിച്ച് കേൾപ്പിക്കും. അവിടെ നിന്നും നമുക്ക് ആരംഭിക്കാം എന്ന് വിചാരിക്കുന്നു. യിരെമ്യാവ് 1:4-5. യഹോവയുടെ അരുളപ്പാട് എനിക്കുണ്ടായത് എന്തെന്നാൽ, നിന്നെ ഉദരത്തിൽ ഉരുവാക്കിയതിന് മുമ്പേ ഞാൻ നിന്നെ അറിഞ്ഞു. നീ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തു വന്നതിന് മുമ്പേ ഞാൻ നിന്നെ വിശുദ്ധീകരിച്ചു. ജാതികൾക്ക് പ്രവാചകനായി നിയമിച്ചിരിക്കുന്നു. ഇത് യിരെമ്യാവിന് ആദ്യമുണ്ടായ ദൈവിക അരുളപ്പാടായിരുന്നു എന്ന് നമ്മൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞു. ഇവിടെ പ്രധാനപ്പെട്ട 3 കാര്യങ്ങളാണ് ദൈവം യിരെമ്യാവിനെ അറിയിക്കുന്നത്. യിരെമ്യാവ് ഒരു പുരോഹിതനാകണം എന്നാഗ്രഹിച്ച് എല്ലാ പരിശീലനവും കഴിഞ്ഞു നിൽക്കുന്ന സമയത്ത് ഏറ്റവും വിഷമകരമായ പ്രവാചക ശുശ്രൂഷയ്ക്ക് വിളിക്കുന്നു എന്നുള്ളത് യിരെമ്യാവിന് ആകെ പ്രയാസമായി എന്ന് നമ്മൾ ചിന്തിച്ചു. ഇപ്പോൾ ദൈവം വ്യക്തമായിട്ട് പറയുകയാണ് യിരെമ്യാവിനെ കുറിച്ചുള്ള ദൈവിക പദ്ധതി എങ്ങനെയാണ് ആരംഭിച്ച് എവിടെ നിന്നാണ് തുടങ്ങിയത്. നാം വായിച്ചത്, നീ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകും മുമ്പേ ഞാൻ നിന്നെ അറിഞ്ഞു. യിരെമ്യാവിനെ കുറിച്ചുള്ള ദൈവത്തിൻ്റെ കാര്യപരിപാടി പറയുമ്പോൾ ദൈവം പറയുക, ഇപ്പോൾ ഈ ഒരു 20 വയസ്സായി നീ ഇങ്ങനെ ഒരു മിടുക്കനായി നിൽക്കുന്ന സമയത്ത് ഞാൻ നിന്നെ ശുശ്രൂഷയ്ക്ക് വേണ്ടി വിളിച്ചതല്ല. നീ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകും മുമ്പ് തന്നെ ഞാൻ നിന്നെ അറിഞ്ഞു. അറിഞ്ഞു എന്ന് പറഞ്ഞാൽ ദൈവം സർവജ്ഞാനി ആയതുകൊണ്ട് ദൈവം അറിഞ്ഞു എന്നല്ല. ദൈവം സർവജ്ഞാനിയാണ്, ദൈവത്തിന് സകലതും അറിയാം. എന്നാൽ അതിനേക്കാൾ വ്യത്യസ്തമായ ഒരാശയത്തിലാണ് ഇവിടെ അറിഞ്ഞു എന്ന് പറഞ്ഞിരിക്കുന്നത്. അറിഞ്ഞു എന്ന് പറഞ്ഞാൽ എനിക്ക് മനസ്സിലായി എന്നല്ല, അതിനേക്കാൾ വലിയ ആഴമായ അർത്ഥം ആ വാക്കിനുണ്ട്. ഉദാഹരണത്തിനായിട്ട് നമ്മൾ 2-3 വാക്യങ്ങൾ നോക്കും. വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായം നമുക്ക് എടുക്കണം. അതിൻ്റെ 2ഉം 3ഉം വാക്യങ്ങൾ വായിക്കുമ്പോൾ എഫേസോസിലെ സഭയോട് നമ്മുടെ കർത്താവ് അരുളി ചെയ്യുന്ന പ്രസ്താവനയിൽ ഇത് വളരെ വ്യക്തമായിട്ട് ഈ അറിഞ്ഞു എന്ന പ്രയോഗത്തിൻ്റെ ഗാംഭീര്യം എത്ര വലുതാണെന്ന് മനസ്സിലാക്കാൻ കഴിയും. വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായം 2-3 വാക്യങ്ങൾ. ഞാൻ നിന്റെ പ്രവൃത്തിയും പ്രയത്നവും സഹിഷ്ണുതയും കൊള്ളരുതാത്തവരെ നിനക്ക് സഹിച്ചുകൂടാത്തതും അപ്പോസ്തലന്മാരല്ലാതിരിക്കെ തങ്ങൾ അപ്പോസ്തലന്മാർ എന്ന് പറയുന്നവരെ നീ പരീക്ഷിച്ച് കള്ളന്മാർ എന്ന് കണ്ടതും നിനക്ക് സഹിഷ്ണുതയുള്ളതും എന്റെ നാമനിമിത്തം നീ സഹിച്ചതും തളർന്നു പോകാഞ്ഞതും ഞാൻ അറിയുന്നു. നീ എന്തെല്ലാം സഹിച്ചു എന്നെനിക്കറിയാം. എൻ്റെ നാമനിമിത്തം നീ തളർന്നു പോകത്തക്ക വിധത്തിൽ പ്രയാസം വന്നെങ്കിലും തളർന്നു പോകാതെ നിന്നത് എനിക്കറിയാം. അതുപോലെ പ്രധാനപ്പെട്ട കാര്യമാണ്, തങ്ങൾ അപ്പോസ്തലന്മാരല്ലാതിരിക്കെ അപ്പോസ്തലന്മാരെന്ന് അവകാശപ്പെട്ടവരെ നീ പരീക്ഷിച്ചു, കള്ളന്മാരെന്ന് കണ്ട് തിരിച്ചറിഞ്ഞ് അവരെ മാറ്റി നിർത്തി. അതുമാത്രമല്ല, കൊള്ളരുതാത്തവരെ നിനക്ക് സഹിച്ചുകൂടാത്തതും ഞാൻ അറിഞ്ഞു. പ്രിയപ്പെട്ടവരെ, അത് തന്നെ വളരെ ആഴമായ
വിശദീകരണം ആവശ്യമുള്ള ഭാഗമാണ്, ഞാൻ അതിന് മുതിരുന്നില്ല. പക്ഷെ അവിടെ നിന്ന് ഒന്ന് രണ്ട് കാര്യം പറയട്ടെ. കൊള്ളരുതാത്തവരെ സഹിക്കുന്നതാണ് ആത്മീകത്വമെന്ന് നമ്മുടെ പല ആളുകളും നിർഭാഗ്യവശാൽ ചിന്തിച്ചു പോയിട്ടുണ്ട്. ചിലർ പറയുന്നത് കേട്ടിട്ടില്ലേ, അത് ദൈവം വിധിക്കട്ടെ ബ്രദറെ, ദൈവം നോക്കട്ടെ, നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ചെയ്യുന്നു. അത് കേട്ടാൽ നമുക്ക് തോന്നും അതൊരു നല്ല ആശയമാണ്. പക്ഷെ വേദപുസ്തകത്തിൽ പറയുന്നത് അങ്ങനെയല്ല. കൊള്ളരുതാത്തവരെ സഹിക്കുന്നതല്ല ആത്മീകത്വം, സഹിച്ചുകൂടാത്തതാണ്. ദൈവത്തിന് വിരുദ്ധമായ, ദൈവവചനത്തിന് വിരുദ്ധമായ കാര്യങ്ങളെ സഹിച്ച് പൊറുത്ത് ക്ഷമിച്ച് ചേർത്ത് കൊണ്ടുവയ്ക്കുന്നത് അനാത്മീയത്വമാണ്. എന്നാൽ എഫേസോസിലെ സഭ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് അവർ ഈ കാര്യത്തിൽ മാതൃകയായിട്ടിരുന്നു. അപ്പോൾ ഇവിടെ അറിഞ്ഞു എന്ന് പറഞ്ഞാൽ ഇത് മറ്റാർക്കും മനസ്സിലാകാത്ത കാര്യമായിരുന്നു. കർത്താവിൻ്റെ നാമനിമിത്തം ആ സഭ എന്തൊക്കെ സഹിച്ചു, അവർ തളർന്നു പോകാവുന്ന ഏതെല്ലാം സാഹചര്യത്തിലൂടെ അവർ കഴിഞ്ഞു വന്നു, ഇതൊക്കെ വേറെ ആർക്കും മനസ്സിലായില്ല, വേറെ ആരോടും പറയാനും കഴിയുന്നതല്ല. എൻ്റെ പ്രിയപ്പെട്ടവരെ, എന്നാൽ നമ്മളെ പൂർണ്ണമായിട്ടുള്ളതുപോലെ അറിയുന്ന കർത്താവ് ജീവിക്കുന്നു എന്നുള്ള വസ്തുത നമ്മെ ധൈര്യപ്പെടുത്തുന്നതാണ്. എഫേസോസ് സഭയോട് ബന്ധപ്പെട്ട് ആ കാര്യം നമ്മൾ കാണുന്നു. ഇനി വെളിപ്പാട് തന്നെ 3-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യം നമുക്ക് നോക്കണം. അവിടെ കർത്താവ് അറിയുന്നു എന്ന് പറയുന്ന മറ്റൊരു കാര്യമുണ്ട്. 3-ാം അധ്യായം 8-ാമത്തെ വാക്യം. ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു. ഇതാ, ഞാൻ നിന്റെ മുമ്പിൽ ഒരു വാതിൽ തുറന്നു വച്ചിരിക്കുന്നു, അതാർക്കും അടച്ചുകൂടാ. നിനക്ക് അല്പമേ ശക്തിയുള്ളൂ, എങ്കിലും നീ എന്റെ വചനം കാത്തു എന്റെ നാമം നിഷേധിച്ചിട്ടില്ല. നിനക്ക് അല്പമേ ശക്തിയുള്ളൂ, അതെനിക്കറിയാം. നീ എൻ്റെ നാമം എന്നിട്ടും നിഷേധിക്കാതെ നീ എന്നെ സ്നേഹിച്ചു കൊണ്ടിരിക്കുന്നു, എനിക്കതറിയാം. എന്തുമാത്രം ആശ്വാസകരമായൊരു പ്രസ്താവനയാണ് കർത്താവിന് നമ്മളെ അറിയാം എന്ന് പറയുന്നത്. കർത്താവ് പറഞ്ഞു, ഞാൻ ഒരു വാതിൽ നിന്റെ മുമ്പിൽ തുറന്നു വെച്ചിരിക്കുന്നു, അതാർക്കും അടയ്ക്കാൻ കഴിയുന്നതല്ല. നിനക്ക് അല്പമേ ശക്തിയുള്ളൂ, പക്ഷേ നീ അധൈര്യപ്പെടേണ്ട. നിന്റെ മുമ്പിൽ തുറന്നു വെച്ചിരിക്കുന്ന വാതിൽ അടയ്ക്കുവാൻ ആർക്കും സാധ്യമല്ല. നമ്മളെ അറിയുന്ന കർത്താവ് യിരെമ്യാവിനോട് പറയുക, നീ അമ്മയുടെ ഉദരത്തിൽ ഒരു ഭാഗം മുമ്പേ ഞാൻ നിന്നെ അറിഞ്ഞു. അറിഞ്ഞു എന്ന് പറഞ്ഞാൽ ഈ വിധത്തിൽ കർത്താവ് പ്രത്യേകം അവനെ പരിഗണിച്ചു എന്നാണ് എൻ്റെ അർത്ഥം. ഒരു വാക്യം കൂടെ വായിക്കണം. വെളിപ്പാട് പുസ്തകം തന്നെ 2-ാം അധ്യായം 9-ാം വാക്യം. എഫേസോസിലെ സഭയോട് തന്നെ പറയുന്ന കാര്യം 9-ാമത്തെ വാക്യത്തിൽ അതുകൂടെ നമുക്കൊന്ന് നോക്കാം. വെളിപ്പാട് 2:9. ഞാൻ നിന്റെ കഷ്ടതയും ദാരിദ്ര്യവും നീ ധനവാനാകുന്നു താനും തങ്ങൾ യഹൂദർ എന്ന് പറയുന്നെങ്കിലും യഹൂദരല്ല, സാത്താന്റെ പള്ളിക്കാരായവരുടെ ദൂഷണവും അറിയുന്നു. ഞാൻ നിന്റെ കഷ്ടത അറിയുന്നു. എഫേസോസിലെ സഭയോട് പറയുക, ഞാൻ നിന്റെ ദാരിദ്ര്യം അറിയുന്നു, നീ കേൾക്കുന്ന ദൂഷണം ഞാൻ അറിയുന്നു. നമ്മൾ വിചാരിക്കുന്നത് ആരും അറിയുന്നില്ലെന്നാ. അല്ല പ്രിയപ്പെട്ടവരെ, നാം കർത്താവിനെ ശരണപ്പെട്ട് ഭക്തിയോടെ ജീവിക്കുമ്പോൾ അതിനെതിരെ പിശാചു കൊണ്ടുവരുന്ന എല്ലാ ദൂഷണങ്ങളും കർത്താവ് അറിയുന്നു. അത് മതി, അത് മാത്രം മതി ക്രിസ്തു ഭക്തനെ സംബന്ധിച്ച് ധൈര്യപ്പെടുവാനും സന്തോഷത്തോടെ ഈ കർത്താവിനെ സേവിക്കുവാനും. കർത്താവിനറിയാം നമുക്കെന്ത് ശക്തിയുണ്ട്, കർത്താവിനറിയാം നാം എത്ര ദൂഷണം കേൾക്കുന്നവരാണ്, കർത്താവിനറിയാം നമ്മുടെ കഷ്ടത എന്താണ്, ദാരിദ്ര്യം എന്താണ്. ഇത് മറ്റാരോടും നമുക്ക് പറയാൻ കഴിഞ്ഞു എന്ന് വരികയില്ല. നാം 103-ാം സങ്കീർത്തനം ഇപ്പോൾ വായിക്കണ്ട, 14-ാം വാക്യത്തിലല്ലേ വായിക്കുന്നത്, അവൻ നമ്മുടെ പ്രകൃതി അറിയുന്നു, നാം പൊടിയെന്ന് അവൻ ഓർക്കുന്നു. പ്രിയപ്പെട്ടവരെ, കർത്താവിന് നമ്മുടെ പ്രകൃതി അറിയാം. നമ്മൾ ഒത്തിരി മിടുക്കരാണെന്നൊക്കെ വിചാരിച്ചു പോകുന്ന ജീവിതാനുഭവങ്ങൾ ഉണ്ടാകാറുണ്ട്, സ്വാഭാവികമാണ്. നമ്മൾ ഈ ജഡത്തിൽ ജീവിക്കുമ്പോൾ അങ്ങനെയൊക്കെ തോന്നിപ്പോകും. പലരും നമ്മളെക്കുറിച്ചൊക്കെ വലിയ പ്രശംസനീയമായിട്ട് പറയുമ്പോൾ നമുക്ക് തന്നെ തോന്നും, നമ്മൾ കുറച്ച് മിടുക്കുള്ള ആളാണ്. കർത്താവ് പറഞ്ഞു, ഞാൻ നിന്റെ പ്രകൃതി അറിയുന്നു, നീ പൊടിയെന്ന് എനിക്കറിയാം, നിനക്ക് അത്രയും ശക്തിയുള്ളൂ, നീ കേവലം പൊടിയാ. നമ്മളെ ഉള്ളതുപോലെ അറിയുവാൻ ഈ കർത്താവിനെ കഴിയുകയുള്ളൂ. ഇപ്പോൾ വായിക്കുന്നില്ല. യോഹന്നാൻ 21-ാം അധ്യായത്തിൽ പത്രോസിനെ കർത്താവ് വിളിച്ച് സഭയുടെ ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിക്കുന്ന ആ സമയത്ത് കർത്താവ് ഒരു ചോദ്യമാണല്ലോ ചോദിച്ചത്, പത്രോസേ, ശിമോനെ, നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ? ഉത്തരം പറഞ്ഞു. ഒടുവിൽ പത്രോസ് പറഞ്ഞ വാചകം നമുക്കറിയാം, കർത്താവേ,
നീ സകലവും അറിയുന്നു. നിനക്ക് സകലതും അറിയാം. ഞാൻ ഇതുവരെ പറഞ്ഞ പല കാര്യങ്ങളും അതിൽ തന്നെ ശരിയല്ല, പക്ഷേ ഞാനത് ശരിയാണെന്ന് ഭാവിച്ചിരിക്കുകയായിരുന്നു. എന്നാൽ കർത്താവേ, നീ സകലതും അറിയുന്നു. അപ്പം കർത്താവ് നമ്മളെ അറിയുന്നു എന്നുള്ളത് നമ്മുടെ വലിയ ധൈര്യമാണ്. ഭക്തനായ യോബിനെക്കുറിച്ച് നമുക്ക് ഓർമ്മ വരുന്നു. അദ്ദേഹത്തെ അറിയുവാൻ അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് സാധിച്ചില്ല. ഉള്ളതുപോലെ അറിയുവാൻ അദ്ദേഹത്തിൻ്റെ 3 സ്നേഹിതന്മാർക്ക് കഴിഞ്ഞില്ല. പക്ഷെ യോബിനെ കർത്താവ് അറിഞ്ഞു. അതുകൊണ്ട് ഈ ക്ലാസിൻ്റെ പ്രാരംഭത്തിലെ ഹൃദയം നിറഞ്ഞ് കർത്താവിനോട് നമുക്ക് നന്ദി പറയാം. നമ്മളെ അറിയുന്നൊരു കർത്താവ് ജീവിക്കുന്നുണ്ടല്ലോ. പാപം ഒഴികെ സകലത്തിലും നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ട കർത്താവാണ് ജീവിക്കുന്നത് എന്നതിനാൽ നമ്മുടെ ഏത് പ്രശ്നങ്ങളും പ്രതിസന്ധികളും പ്രയാസങ്ങളും നമ്മുടെ ദാരിദ്ര്യവും നമ്മുടെ കഷ്ടതയും നമ്മുടെ പട്ടിണിയും കർത്താവിനറിയാം. നമുക്ക് അവനെ സ്തോത്രം ചെയ്ത് അവനെ നമുക്ക് ബഹുമാനിക്കാം. ഇവിടെ നമ്മൾ വായിച്ചത് ഉരുവാകും മുൻപേ ഞാൻ അറിഞ്ഞു. ഇത് ഒരൊറ്റപ്പെട്ട കാര്യമല്ല. ഇതുപോലെയുള്ള പല കഥാപാത്രങ്ങൾ നമ്മൾ വചനത്തിൽ കാണുന്നുണ്ട്. യോശിയ രാജാവ്, അദ്ദേഹം ജനിക്കുന്നതിന് മുമ്പ് തന്നെ ദൈവം പറഞ്ഞു, യോശാവ് എന്നൊരു മകൻ യഹൂദാ ഗോത്രത്തിൽ എനിക്ക് ജനിക്കും, അവൻ ഈ പാപത്തിന് പരിഹാരം വരുത്തും എന്നൊക്കെ പറഞ്ഞ് പൂജാഗിരി സ്ഥാപിച്ച തെറ്റിനെതിരെ പാപത്തിനെതിരെ പറയുമ്പോൾ ദൈവദാസനിലൂടെ മുൻകൂട്ടി ദൈവം പറഞ്ഞു, യോശാവ് എന്നൊരുവൻ ജനിക്കും. തന്നെക്കുറിച്ചുള്ള അരുളപ്പാട് അക്ഷരം പ്രതി യോശിയ രാജാവ് അനുസരിച്ചു എന്ന് 2 ദിനവൃത്താന്തം 34 മുതലുള്ള അധ്യായങ്ങളിൽ നമ്മൾ വായിക്കുന്നുണ്ട്. മറ്റൊരാളാണ് നാം അറിയുന്ന യാക്കോബ്. റോമാലേഖനം 9-ാം അധ്യായത്തിൽ അത് പറഞ്ഞിട്ടുണ്ടല്ലോ. ഏശാവും യാക്കോബും. പക്ഷേ യാക്കോബ് ജനിക്കുന്നതിന് മുമ്പ് തന്നെ ദൈവം അവനെ സ്നേഹിച്ച് അവനെ തെരഞ്ഞെടുത്തു. ആ ദൈവത്തിൻ്റെ സ്നേഹം കൊണ്ടായിരുന്നു എന്ന് മലാഖിയിൽ നമ്മൾ വായിക്കുന്നുണ്ട്. 3-മതൊരാളാണ് സ്നാപക യോഹന്നാൻ. അദ്ദേഹവും ജനിക്കുന്നതിന് മുമ്പേ കർത്താവിന് അവന് വേണമായിരുന്നു. അവൻ വലിയവനാകും എന്ന് കർത്താവ് മുന്നറിയിപ്പ് നൽകി. അങ്ങനെ സ്നാപകനെക്കുറിച്ച് ദൈവം ഉദ്ദേശിക്കുന്ന ശുശ്രൂഷകൾ എന്തൊക്കെയാണ് അതിനൊരു സാമാന്യ ധാരണ നൽകി. അങ്ങനെ അവൻ ജനിക്കുന്നതിന് മുമ്പ് തന്നെ ദൈവം അവനെക്കുറിച്ചുള്ള പദ്ധതികൾ തീരുമാനിച്ചിരുന്നു. നമ്മളൊരു വാക്യം ഓർക്കുന്ന നല്ലതാ. എഫേസ്യ ലേഖനം 1-ാം അധ്യായം 4-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്, ലോകസ്ഥാപനത്തിന് മുൻപേ ക്രിസ്തുവിൽ ദൈവം നമ്മളെ തെരഞ്ഞെടുത്തു എന്ന. അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പല്ല, ഭൂമിയിൽ നമ്മൾ ജനിച്ചതിന് ശേഷമല്ല, ഉലകസ്ഥാപനത്തിന് മുമ്പ് ദൈവം നമ്മളെ തെരഞ്ഞെടുത്തു. ദൈവമക്കളാരും യാദൃശികമായിട്ട് ഇവിടെ വന്നവരല്ല. ദൈവമക്കളാരും ദൈവസഭയിൽ എങ്ങനെയോ പ്രവേശനം നേടിയവരല്ല. കൃത്യമായി സർവജ്ഞാനിയായ ദൈവം ലോകസ്ഥാപനത്തിന് മുമ്പേ തന്നെ നമ്മളെ തെരഞ്ഞെടുത്ത് നമ്മളെ ദത്തെടുത്ത് ദൈവത്തിൻ്റെ വകയാക്കി നിർത്തിയതാണ്. ദൈവത്തിന് ഒത്തിരി ആഗ്രഹങ്ങൾ നമ്മളെക്കുറിച്ചുണ്ട്. ദൈവത്തിന് ഒത്തിരി പദ്ധതികൾ നമ്മളെക്കുറിച്ചുണ്ട്. അതറിയുക, അനുസരിക്കുക എന്നുള്ളതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. നമ്മൾ ഈ പഠനവും അതുകൊണ്ട് തന്നെയാണ്, അത് ആഗ്രഹിച്ചുകൊണ്ട് തന്നെയാണ് നടത്തുന്നത്. 2-ാമത്തെ കാര്യം നമുക്ക് വായിക്കാം. യിരെമ്യാവിലേക്ക് തിരികെ വരാം. 1-ാം അധ്യായം 5-ാം വാക്യത്തിൽ നമ്മൾ 1-ാമത്തെ കാര്യം കണ്ടു. അമ്മയുടെ ഉദരത്തിൽ ഉരുവാകും മുമ്പേ ഞാൻ നിന്നെ അറിഞ്ഞു. വേറെ ആരും അറിയുന്നതിന് മുമ്പേ ഞാൻ നിന്നെ അറിഞ്ഞു. 2-ാമത്തെ കാര്യം 1-ന്റെ 5-ാം വാക്യം ഒന്നുകൂടെ വായിക്കാം. നിന്നെ ഉദരത്തിൽ ഉരുവാക്കിയതിനു മുമ്പേ ഞാൻ നിന്നെ അറിഞ്ഞു. നീ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തു വന്നതിന് മുമ്പേ ഞാൻ നിന്നെ വിശുദ്ധീകരിച്ചു. നീ പുറത്തു വരുന്നതിന് മുമ്പേ, തൽക്കാലം അവിടെ നിർത്താം. നീ പുറത്തു വരുന്നതിന് മുമ്പേ ഞാൻ നിന്നെ വിശുദ്ധീകരിച്ചു. വിശുദ്ധീകരിച്ചു എന്ന് പറഞ്ഞാൽ അശുദ്ധിയല്ല, നീക്കി കളഞ്ഞു എന്നല്ല വാക്കിൻ്റെ അർത്ഥം. വിശുദ്ധീകരിച്ചു എന്ന് വേദപുസ്തകം പറയുമ്പോൾ വേർതിരിച്ചു എന്നാണ് അതിൻ്റെ പ്രഥമാർത്ഥം. ഒരു പ്രത്യേക കാര്യത്തിന് വേണ്ടി ദൈവം ഒന്നിനെ വേർതിരിച്ചിരിക്കുന്നു. ആ ആശയത്തിലാണ് വേദപുസ്തകത്തിൽ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ഒക്കെ ഈ വിശുദ്ധീകരിച്ചു എന്ന വാക്ക് പ്രധാനമായി നമ്മൾ കാണുന്നത്. ദൈവം യിരെമ്യാവിനെ ഇവിടെ വേർതിരിച്ചു, ജനിക്കും മുമ്പ് തന്നെ ഒരു പ്രവാചകനായി ശുശ്രൂഷ ചെയ്യുവാൻ. നമുക്കൊന്ന് ആലോചിച്ച് നോക്കാം. അങ്ങനെ ദൈവം പ്ലാൻ ചെയ്ത കാര്യത്തിന് യിരെമ്യാവ് അനുസരിക്കാൻ മനസ്സ് കാണിക്കാതിരുന്നെങ്കിൽ
എന്തുമാത്രം ഹൃദയവേദന കർത്താവിനുണ്ടാകുമായിരുന്നു. അവിടുത്തെ ഉള്ളം എത്ര നോവുമായിരുന്നു. അവൻ ജനിക്കും മുമ്പ് തന്നെ ദൈവം അവനെ പ്രവാചക ശുശ്രൂഷയ്ക്കായി വേർതിരിച്ചു. മൂന്നാമത്തെ കാര്യവും 5-ാം വാക്യത്തിലുണ്ട്. അവസാന ഭാഗം വായിക്കാം, 1-ന്റെ 5-ാം വാക്യം. ജാതികൾക്ക് പ്രവാചകനായി നിയമിച്ചിരിക്കുന്നു. പ്രവാചകനായി നിയമിച്ചിരിക്കുന്നു. അപ്പൊ 3 കാര്യമാണ് പറഞ്ഞത്. നിന്നെ ഞാൻ അമ്മയുടെ ഉദരത്തിൽ നീ ഉരുവാകും മുമ്പേ ഞാൻ നിന്നെ അറിഞ്ഞു. നീ ജനിക്കും മുമ്പേ ഞാൻ നിന്നെ വിശുദ്ധീകരിച്ചു, അതാൽ വേർതിരിച്ചു. ഇപ്പോൾ പറയുക, ഞാൻ നിന്നെ പ്രവാചകനായി നിയമിച്ചിരിക്കുന്നു. ജനിക്കും മുമ്പ് തന്നെ കർത്താവ് പ്രവാചക നിയമനം നടത്തി. ഇവിടെ നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു പ്രത്യേക വസ്തുതയുണ്ട്. നമ്മൾ നേരത്തെ ചിന്തിച്ചിരുന്നു, ഒരു പുരോഹിതനായിട്ട് ഒരാൾ നിയമിക്കപ്പെടുമ്പോൾ അതിന് വ്യക്തമായ തെളിവുകൾ ന്യായപ്രമാണത്തിലുണ്ട്. മോശ മുഖാന്തരം കൽപ്പിച്ച ന്യായപ്രമാണത്തിലെ ആ രേഖകൾ വെച്ച്, തെളിവുകൾ വെച്ചാണ് പുരോഹിതനെ നിയമിക്കുന്നത്, പുരോഹിതനെ മുദ്രയിടുന്നത്, പുരോഹിതൻ ശുശ്രൂഷ ആരംഭിക്കുന്നത്. ആർക്കും സംശയമില്ല, ഒരു പുരോഹിതനെ കാണുമ്പോൾ അവൻ ദൈവത്താൽ നിയമിക്കപ്പെട്ടവനാണെന്ന് അവർക്കറിയാം. എന്നാൽ പ്രവാചക ശുശ്രൂഷയ്ക്ക് പ്രത്യേകിച്ചുള്ള യാതൊരു പ്രമാണങ്ങളും കാണുന്നില്ല. നമ്മുടെ ഇന്നത്തെ വാക്കിൽ നാം പറയുമ്പോൾ, ഞാൻ ഇന്ന ബൈബിൾ കോളേജിൽ പഠിച്ചതാണ്, അല്ലെങ്കിൽ ഇന്ന സഭ എന്നെ കമന്റ് ചെയ്തതാണ്, ഇങ്ങനെയൊന്നും അവകാശപ്പെടാനില്ല, പറയാനില്ല. ഒരു പ്രവാചകനെ സംബന്ധിച്ച് അദ്ദേഹം പറയുന്നു, യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ആണെങ്കിലാണ്, അല്ലെങ്കിൽ അല്ല. അതുകൊണ്ടാണ് യഹൂദാജാതി പ്രവാചകന്മാരെ അപമാനിച്ച് അവഹേളിച്ച് കൊന്നുകളഞ്ഞത്. അതുകൊണ്ടാണ് ദൈവദാസന്മാരായ അനേക പ്രവാചകന്മാർ വലിയ കണ്ണുനീർ അനുഭവിക്കേണ്ടി വന്നത്. യിരെമ്യാവിന് ഇതറിയാം. ഒരു പുരോഹിതനായി ശുശ്രൂഷ ചെയ്യുവാനുള്ള എല്ലാ നിയമങ്ങളും യോഗ്യതകളും തനിക്ക് ഉണ്ടായിരിക്കെ യാതൊരു രേഖയുമില്ലാത്ത ഒരു നിയമനം പ്രവാചകനായി നിയമിച്ചിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ പദ്ധതികൾ അങ്ങനെയാണ്. നമ്മൾ ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും ആഗ്രഹിക്കുന്നത് പോലെ സാധിച്ചില്ല. അതെന്തുകൊണ്ടായിരിക്കാം? ദൈവത്തിന് നമ്മളെക്കുറിച്ച് ഉള്ള ചിന്തകൾ വളരെ വലുതായിട്ട് നിലകൊള്ളുന്നു. ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് മറ്റൊന്നാണ്. നാം അതിന് വിധേയപ്പെടുത്തുക എന്നുള്ളതാണ് നമ്മളെക്കുറിച്ചുള്ള ദൈവഹിതം. നമ്മുടെ ഇഷ്ടമെല്ലാം നടന്നിരുന്നെങ്കിൽ, നമ്മുടെ ആഗ്രഹമെല്ലാം നടന്നിരുന്നെങ്കിൽ എന്തുമാത്രം കഷ്ടമായി പോയേനെ, ഗതികേടായി പോയേനെ. കർത്താവ് സർവജ്ഞാനത്തിൽ ഏറ്റവും നല്ലത് എന്ന് തോന്നിയത് നമുക്കായി വേർതിരിച്ച് തന്നു. ആ സത്യം ശിരസാ വഹിക്കുക, അംഗീകരിക്കുക, അതിനനുസരണം കാണിക്കുക, അതാണ് ദൈവം ഈ പഠനത്തിലൂടെയും നമ്മെക്കുറിച്ച് ഉദ്ദേശിക്കുന്നത്. യിരെമ്യാവിൻ്റെ മറുപടി എന്തായിരുന്നു എന്നുള്ളത് നോക്കുന്ന നല്ലതാ. 6-ാം വാക്യം, 1-ാം അധ്യായം 6-ാം വാക്യം നോക്കുക. നമ്മൾ യിരെമ്യാ പ്രവചനം എല്ലാം വാക്യപ്രതിവാക്യമായിട്ട് പഠിക്കാൻ പോകുകയല്ല. എന്നാൽ ഈ കാര്യങ്ങളുടെ ആരംഭം എന്ന നിലയിൽ ഇത് പറയാതെ മുന്നോട്ട് പോകാനൊക്കെയില്ല. 1-ാം അധ്യായം 6-ാം വാക്യം ഈ പഠനത്തിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. ദൈവം ഇത് പറഞ്ഞപ്പോൾ യിരെമ്യാവ് അതിന് പറഞ്ഞ മറുപടി എന്തായിരുന്നു? എന്നാൽ ഞാൻ, അയ്യോ യഹോവയായ കർത്താവേ, എനിക്ക് സംസാരിപ്പാൻ അറിഞ്ഞുകൂടാ, ഞാൻ ബാലനല്ലോ എന്ന് പറഞ്ഞു. യിരെമ്യാവ് പറഞ്ഞ മറുപടി, അയ്യോ ദൈവമേ, എനിക്ക് സംസാരിക്കാൻ അറിഞ്ഞുകൂടാ, ഞാൻ ബാലനല്ലോ എന്ന് പറഞ്ഞാൽ ഒരു ശിശുവാണെന്നല്ല, ഞാൻ ബാലനല്ലോ, ഒരു പൈതലാണെന്നല്ല. പകരം വലിയ പ്രവാചകന്മാരെ പോലെ എനിക്ക് സംസാരിക്കാൻ അറിഞ്ഞുകൂടാ. കേവലം 20 വയസ്സുള്ള ഞാൻ ഒരു പ്രവാചക ശുശ്രൂഷ ചെയ്യാനായിട്ട് പഠിച്ചിട്ടില്ല. ദൈവമേ, ഞാനൊരു ബാലനല്ലേ, ഞാൻ എങ്ങനെ ഈ വലിയ ശുശ്രൂഷ ചെയ്യും? അതാണ് യിരെമ്യാവ് ചോദിച്ചത്. ദൈവത്തിന് അതിഷ്ടമായി. തൻ്റെ പരിമിതികൾ യിരെമ്യാവ് ഏറ്റുപറഞ്ഞത് ദൈവത്തിന് ഇഷ്ടമായി. ദൈവം അതിന് മറുപടി പറഞ്ഞു, ഞാൻ നിന്നെ ഉപയോഗിച്ചു കൊള്ളാം. ഞാൻ നിന്നോട് കൂടെ ഇരുന്ന് നിന്നെ വഴി നടത്തിക്കൊള്ളാം. നിനക്ക് പരിചയമില്ലെന്ന് പറഞ്ഞ് നീ മാറി നിൽക്കേണ്ടതില്ല, ദുഃഖിച്ചു നിൽക്കേണ്ടതില്ല, ആശങ്കപ്പെടേണ്ടതില്ല. ഞാൻ നിന്നോട് കൂടെ ഇരുന്ന് നിന്നെ സഹായിക്കും. നമ്മൾ 7-ാം വാക്യത്തിൽ വായിക്കുന്നത്, അതിന് യഹോവ എന്നോട് അരുളി ചെയ്തത്, ഞാൻ ബാലൻ എന്ന് നീ പറയരുത്. ഞാൻ നിന്നെ അയക്കുന്ന ഏവരുടെയും അടുക്കൽ നീ പോകുകയും
ഞാൻ നിന്നോട് കൽപ്പിക്കുന്നതൊക്കെയും സംസാരിക്കുകയും വേണം. നീ അവരെ ഭയപ്പെടരുത്. നിന്നെ വിടുവിക്കേണ്ടതിന് ഞാൻ നിന്നോട് കൂടെ ഉണ്ടെന്ന് യഹോവയുടെ അരുളപ്പാട്. യിരെമ്യാവ് പറഞ്ഞപ്പോൾ ദൈവം അതിനെ നിഷേധിച്ചില്ല. പകരം പറഞ്ഞു, നീ ബാലനെന്ന് പറഞ്ഞ് മാറി നിൽക്കല്ല്. ഞാൻ നിന്നോട് കൂടെ ഇരുന്ന് നിന്നെ ഞാൻ ഉപയോഗിച്ചോളാം. ഞാൻ പറഞ്ഞയക്കുന്നിടത്തെല്ലാം പോയി നീ എൻ്റെ സന്ദേശം പറയണം. നീ അവരെ ഭയപ്പെടരുത്. ഇതിനകത്ത് നമുക്കൊരു ആശ്ചര്യം തോന്നുന്നത്, പുറജാതികളെയാണ്, ശത്രു രാജ്യങ്ങളെയാണ് ഭയപ്പെടരുത് എന്ന് പറഞ്ഞാൽ നമുക്കിത് മനസ്സിലാക്കാൻ എളുപ്പം കഴിയും. നീ അവരെയൊന്നും പേടിക്കേണ്ട, പോയി സുവിശേഷം പറഞ്ഞുകൊള്ളുക, ഞാൻ നിന്നെ സൂക്ഷിക്കാം എന്ന് ശത്രു രാജ്യങ്ങളെക്കുറിച്ചോ സുവിശേഷ വിരോധികളെക്കുറിച്ചോ പറയുന്നെങ്കിൽ നമുക്കിത് മനസ്സിലാവും. എന്നാൽ ഇത് സ്വന്തം ജനമായ യഹൂദനെക്കുറിച്ചായി പറയുന്നത്, യൂദനെക്കുറിച്ചാണ് പറയുന്നത്. നീ അവരെ ഭയപ്പെടരുത്, യൂദനെ ഭയപ്പെടരുത്, യഹൂദനെ ഭയപ്പെടരുത്, നിന്റെ സ്വന്തം സഹോദരവർഗത്തെ നീ ഭയപ്പെടരുത്, ഞാൻ നിന്നോടുകൂടെ ഇരിക്കും. എന്തൊരു നിർഭാഗ്യകരമായ സ്ഥിതിയാണിത്. ആശ്വാസവും ധൈര്യവും പകരേണ്ടത് സഹോദരവർഗമല്ലേ? ശുശ്രൂഷയിൽ പിന്തുണ നൽകേണ്ടത് അവരല്ലേ? പ്രാർത്ഥനയിൽ അവരല്ലേ സഹായിക്കേണ്ടത്? ദൈവദാസന്മാരായ ഞങ്ങളെക്കുറിച്ചൊക്കെ ദൈവമക്കള് സഹോദരന്മാർ പറയാറുണ്ട്, ബ്രദറെ ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നുണ്ട്, ശുശ്രൂഷയിൽ ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നുണ്ട്. എന്തൊരു ധൈര്യമാണ് ആ വാക്കെന്നറിയാമോ? എന്തൊരു സംതൃപ്തിയാണ്. ഒറ്റയ്ക്കല്ല, ഈ ശുശ്രൂഷയുടെ പുറകിൽ പ്രാർത്ഥനയുടെ കരം ഉയർത്തിയിരിക്കുന്ന അനേകരുണ്ട് എന്നറിയുന്നത് ഒരു ശുശ്രൂഷകനെ സംബന്ധിച്ച് വളരെ ധൈര്യമാണ്. പക്ഷേ യിരെമ്യാവിനോട് പറയാ, നീ നിന്റെ സഹോദരന്മാരെ പേടിക്കണ്ട, ഭയപ്പെടണ്ട, ഞാൻ നിന്നോട് കൂടിയിരുന്ന് നിന്നെ കരുതിക്കൊള്ളാം. ഈ ഭാഗം നമ്മൾ പിന്നീട് നോക്കും. തൽക്കാലം അത്രയും പറഞ്ഞ് ആ ഭാഗം അവിടെ നിർത്തുന്നു. ഇവിടെ നിന്നെല്ലാം നമുക്ക് ഒരുപാട് ഗുണപാഠങ്ങൾ ലഭിക്കുന്നുണ്ട്. അത് മനസ്സിലാക്കാനുള്ള ജ്ഞാനം നമുക്കുണ്ട് എന്നെനിക്കറിയാം. നാം ദൈവദാസന്മാർക്ക് ആശ്വാസമായിരിക്കണം, സഹോദരവർഗത്തിന് പിന്തുണയായിരിക്കണം. കർത്താവിൻ്റെ നാമനിമിത്തം ഒരാൾ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ അതിൻ്റെ പിൻപിൽ നിരവധി പേരുണ്ട് എന്നറിയുന്നത്, ഓർക്കുന്നത് എന്തൊരാവേശമാണെന്നറിയാമോ? ഈ വലിയ പോർക്കളത്തിൽ നമ്മൾ ആരും ഒറ്റയ്ക്കല്ല. ഇതൊരു വലിയ വേലയാണ്, കൂട്ടുത്തരവാദിത്വമാണ്. ദൈവസഭയുടെ ശുശ്രൂഷയാണെങ്കിലും സഭയ്ക്ക് പുറത്തുള്ള ശുശ്രൂഷയാണെങ്കിലും ഇതൊരു വലിയ ശുശ്രൂഷയാണ്, വലിയ ദൗത്യമാണ്. പരസ്പരം ധൈര്യപ്പെടുത്തി നിലകൊള്ളുവാൻ നമുക്ക് കഴിയേണ്ടതാണ്. അതിന് പകരം നമ്മൾ മറ്റുള്ളവരെ ഭീഷണിപ്പെടുത്തുന്നവരും മറ്റുള്ളവർ പരാജയം ആഗ്രഹിക്കുന്നവരുമാണെങ്കിൽ ആ ആത്മാവ് ഏതാണെന്ന് വിവേചിക്കുന്നതായിരിക്കും നല്ലത്. ആ ബുദ്ധി ദൈവം അങ്ങനെയുള്ളവർക്ക് നൽകട്ടെ. ഇവിടെ നാം അടുത്ത ഭാഗത്തേക്ക് വരികയാണ്. ഇനി എന്ത് ശുശ്രൂഷയാണ് യിരെമ്യാവിനെ കുറിച്ച് ദൈവം ഉദ്ദേശിക്കുന്നത്? അത് ദൈവം കൃത്യമായിട്ട് ഇവിടെ പറഞ്ഞു. സോറി, 10-ാം വാക്യം വായിക്കാമോ? 1:10. നിർമൂലമാക്കുവാനും ഒളിപ്പാനും നശിപ്പിപ്പാനും ഇടിച്ചുകളവാനും പണിവാനും നടുവാനും വേണ്ടി ഞാൻ നിന്നെ ഇന്ന് ജാതികളുടെ മേലും രാജ്യങ്ങളുടെ മേലും ആക്കി വച്ചിരിക്കുന്നു എന്ന് യഹോവ എന്നോട് കൽപ്പിച്ചു. എന്തിനു വേണ്ടി നിയമിച്ചു? പ്രവാചകനായി നിയമിച്ചു. എന്നാൽ എന്ത് ശുശ്രൂഷ താൻ ചെയ്യണമെന്ന് ഇവിടെ ദൈവം അവനോട് പറഞ്ഞു. നമ്മൾ വായിച്ചത് ഓർത്തല്ലോ, കേട്ടല്ലോ. നിർമൂലമാക്കുവാൻ, 1:10, നിർമൂലമാക്കുവാൻ ഞാൻ നിന്നെ പൊളിപ്പാനും നശിപ്പാനും ഇടിച്ചു കളവാനും പണിവാനും നടുവാനും വേണ്ടി ഞാൻ നിന്നെ ഇന്ന് ജാതികളുടെ മേലും രാജ്യങ്ങളുടെ മേലും ആക്കി വെച്ചിരിക്കുന്നു. അപ്പം നിർമൂലമാക്കണം, പൊളിക്കണം, നശിപ്പിക്കണം, ഇടിച്ചു കളയണം. 4 കാര്യം. പിന്നെ പണിയണം, നടണം. വ്യക്തമായി പറഞ്ഞു നിന്റെ ശുശ്രൂഷകൾ എന്തൊക്കെയാണ്. യിരെമ്യാവേ, നിന്റെ ശുശ്രൂഷയ്ക്ക് ഞാൻ വിളിച്ചു എന്ന് കരുതി നേരെ പോയി അങ്ങ് പണിയുകയല്ല, നേരെ പോയി അങ്ങ് നടുകയല്ല വേണ്ടത്. പകരം ചിലത് പൊളിച്ച് നിർമൂലമാക്കാനുണ്ട്. ശരിയല്ലാത്ത കുറെ പണികൾ അവിടെ നടന്നിട്ടുണ്ട്. അത് ഇടിച്ച് നിർമൂലമാക്കിയിട്ട് വേണം ശരിയാവണ്ണം പണിയുവാൻ.
അതുപോലെ നീക്കിക്കളയേണ്ട ചിലതുണ്ട്. എന്നിട്ട് വേണം നടുവാനായിട്ട്. യിരെമ്യാവിന് മനസ്സിലായി. യിരെമ്യാവിന് ശുശ്രൂഷ ദൈവം എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന കാര്യം യിരെമ്യാവിന് മനസ്സിലായി. ഇവിടുന്ന് ഒരു ഗുണപാഠം നാം സ്വീകരിക്കാൻ നല്ലതാണ്. അനേക സ്ഥലങ്ങളിൽ പണി നടക്കുന്നുണ്ട്, വേല നടക്കുന്നുണ്ട്. പക്ഷേ സംഭവിക്കുന്നത് പൊളിച്ചു നീക്കിക്കളയേണ്ടതിന് പകരം അതിൻ്റെ മുകളിലോട്ട് അങ്ങ് പണിയുക. ശരിയല്ലായ്മ എവിടെയുണ്ടോ അതിന് പരിഹാരം വരുത്താതെ, അത് നീക്കിക്കളയാതെ, നീക്കേണ്ടത് നീക്കാതെ അതിന് മുകളിൽ പണിയുക. പ്രിയപ്പെട്ടവരെ, ആ പണി കൊണ്ട് യാതൊരു പ്രയോജനവും ഉണ്ടാകുകയില്ലെന്ന് നമുക്ക് ചിന്തിച്ചാൽ അറിയാം. ദൈവസഭയുടെ പണി അങ്ങനെയല്ല നടക്കേണ്ടിയത്. വചനപ്രകാരം നീക്കം ചെയ്യേണ്ട കാര്യങ്ങളുണ്ടെങ്കിൽ അത് നീക്കുവാനുള്ള ധൈര്യം ഉത്തരവാദിത്തപ്പെട്ടവർക്കുണ്ടാകണം. എന്നിട്ട് വേണം അതിന് മുകളിൽ പണിയുവാനായിട്ട്. അമാതൃകയായി ജീവിക്കുന്ന ആളുകളുള്ളൊരു സ്ഥലം സഭയിലേക്ക് ആരെങ്കിലും പുതുതായി വന്നു എന്ന് ചിന്തിക്കുക. നമ്മൾ എത്ര ഉപദേശിച്ചാലും അവരാത്മീയരാകുന്നതിന് പകരം അവരാ അനാത്മീയത, അമാതൃക പിൻപറ്റുകയുള്ളൂ. ഇതൊരു വസ്തുതയാണ്. അതുകൊണ്ടാണ് നീക്കേണ്ടതിനെ നീക്കണം എന്ന് കർത്താവ് പറഞ്ഞത്. അതുപോലെ പറിച്ചു കളയുക, എന്നിട്ട് നടുക. ഈ ശുശ്രൂഷയാണ് ദൈവം ശുശ്രൂഷകരെ ഏൽപ്പിച്ചിരിക്കുന്നത്. യിരെമ്യാവിനോട് ദൈവം അത് പറഞ്ഞു കൊടുക്കുക. പൗലോസ് കൊരിന്ത്യർ ലേഖനത്തിൽ പറഞ്ഞു, നിങ്ങളെ ഇടിച്ചു കളവാനല്ല, പണിയുവാൻ അത്രേ ദൈവം തന്ന അധികാരം ഞങ്ങൾ ഉപയോഗിക്കുന്നു. ചില ആളുകളെ സംബന്ധിച്ച് അവരിടിച്ചു കളയാൻ മാത്രം ജീവിക്കുന്നവരാണെന്ന് തോന്നും. നശിപ്പിക്കലാണ് അവരുടെ പ്രധാന ലക്ഷ്യം. എന്നാൽ വേറെ ചിലരെ സംബന്ധിച്ച് അവർ പണി മാത്രമേ നടത്തുകയുള്ളൂ, അവർ നീക്കുന്നില്ല. എന്തുകൊണ്ടാണ് എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. എന്നാൽ ഇതിനൊക്കെ തിരുത്തൽ വരുത്തുവാൻ ആവശ്യമുണ്ട്. യിരെമ്യാവിലൂടെ ദൈവം ആ കാര്യം നമ്മളോട് പറയുകയാണ്. അപ്പോൾ നാം ഇതുവരെ ചിന്തിച്ചത് യിരെമ്യാവിൻ്റെ കാലഘട്ടം, യിരെമ്യാവിൻ്റെ കുടുംബ പശ്ചാത്തലം, യിരെമ്യാവിനെ ദൈവം വിളിക്കുന്നു, യിരെമ്യാവ് ചെയ്യേണ്ട ശുശ്രൂഷകൾ ദൈവം യിരെമ്യാവിന് ബോധ്യമാക്കുന്നു. ഇനി നമുക്ക് അടുത്തതായിട്ട് യിരെമ്യാവിനെ കുറിച്ച് ചിന്തിക്കേണ്ടത്, യിരെമ്യാവിനോട് ദൈവം ഇത് പറഞ്ഞപ്പോൾ തന്നെ യിരെമ്യാവ് എന്നാൽ പിന്നെ കർത്താവെ ആയിക്കോട്ടെ, ഞാൻ അങ്ങ് പോകാം, ശുശ്രൂഷയ്ക്കായിട്ട് പോവുക, ഏത് സ്ഥലത്താന്ന് പറഞ്ഞാൽ മതി, പോയി പ്രസംഗിച്ചോളാം, അങ്ങനെ പറഞ്ഞില്ല. അങ്ങനെയല്ല ചെയ്യേണ്ടത്, അങ്ങനെ ചെയ്തില്ല. ദൈവം യിരെമ്യാവിനോട് പറഞ്ഞു, നീ പ്രവാചകനായി ഞാൻ നിന്നെ നിയമിച്ചിരിക്കുകയാണ്, നീ ഇന്നിനെ ശുശ്രൂഷ ചെയ്യണം. എന്നിട്ട് പറഞ്ഞു, നീ ഇപ്പം തന്നെ പോയി ചെയ്യാൻ പോവുകയല്ല, ഞാൻ അതിനു മുമ്പ് നിന്നോട് ചില കാര്യങ്ങൾ പറയും, അത് ശ്രദ്ധിക്കുക. നോക്കിയിട്ട് അതിൻ്റെ 9-ാം വാക്യം നമുക്ക് നോക്കാം. 1-ാം അധ്യായം അതിൻ്റെ 9-ാമത്തെ വാക്യം. പിന്നെ യഹോവ കൈനീട്ടി എന്റെ വായെ തൊട്ടു, ഞാൻ എന്റെ വചനങ്ങളെ നിന്റെ വായിൽ തന്നിരിക്കുന്നു, നോക്കുക. മതി. വായിച്ചപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായല്ലോ. ദൈവം പറയുകയാ, ഞാൻ എൻ്റെ വചനങ്ങളെ നിന്റെ വായിൽ തന്നിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ദൈവം വേലയ്ക്ക് വിളിച്ചിട്ടുണ്ടെങ്കിൽ, ശുശ്രൂഷ തരാനായിട്ട് പ്രസാദിച്ചിട്ടുണ്ടെങ്കിൽ, ദൈവം തൻ്റെ വചനം നൽകാതിരിക്കുകയില്ല. ഇവിടെ പറയുക, നീ ശുശ്രൂഷിക്കാൻ വരട്ടെ, ഞാൻ എൻ്റെ വചനം നിനക്ക് തരികയാണ്. അതുകൊണ്ട് നിന്റെ വായിൽ ഞാൻ വചനം തരുന്നു, നീ പോയി ശുശ്രൂഷിച്ചു കൊള്ളുക. കർത്താവിൽ നിന്നും പ്രാപിക്കാതെ കർത്താവിൻ്റെ ഒരു ശുശ്രൂഷയും ചെയ്യാൻ കഴിയുകയില്ല എന്ന് നമുക്കറിയാവുന്നതാണ്. ഇത് കേവലം വചന ശുശ്രൂഷയെക്കുറിച്ച് മാത്രമല്ല എന്നോർത്താൻ നന്ന്. ദൈവസഭയോട് ബന്ധപ്പെട്ട്, കർത്താവിനോട് ബന്ധപ്പെട്ട് ഏത് ശുശ്രൂഷ നാം ചെയ്യുന്നോ അതെല്ലാം കർത്താവിൽ നിന്നും പ്രാപിച്ച് ആ കൃപയ്ക്കൊത്തു വേണം നാം ശുശ്രൂഷ ചെയ്യുവാനായിട്ട്. ദൈവശബ്ദത്തിന് അനുസരണം കാണിക്കുക എന്ന് പറഞ്ഞാൽ അതിനുള്ള ഒരുക്കം ഉണ്ടായിരിക്കേണ്ടതാണ്. എത്രയോ ഉദാഹരണങ്ങൾ നമുക്ക് പറയാൻ കഴിയും. 3.5 വർഷം കർത്താവ് കൂടെ കൊണ്ടു നടന്ന ശേഷമല്ലേ അപ്പോസ്തലന്മാരെ ശുശ്രൂഷയ്ക്കായിട്ട് നിയോഗിച്ചത്. ആ 3.5 വർഷത്തെ പരിശീലനം അവർക്ക് അത്യാവശ്യമായിരുന്നു. നമ്മൾ യോശുവയെക്കുറിച്ച് വായിക്കുന്നത് മോശയുടെ ശുശ്രൂഷകനായ യോശുവ.
എലീശായെക്കുറിച്ച് വായിക്കുന്നത് ഏലിയാവിൻ്റെ കൈക്ക് വെള്ളം ഒഴിച്ച എലീശ. ഇതൊക്കെ ഫലകരമായി പ്രയോജനപ്പെട്ടവരുടെ ശരിയായ പരിശീലനത്തെക്കുറിച്ച് പറയുകയാണ്. ശുശ്രൂഷയ്ക്ക് ഒരു ഒരുക്കനാൾ ഉണ്ടായിരിക്കണം, അതിനുവേണ്ടി ഒരു പരിശീലന കാലം ഉണ്ടായിരിക്കണം. ബൈബിൾ സ്കൂളുകൾ അത്യാവശ്യമാണ്. പക്ഷേ അതിൽ തൃപ്തിപ്പെടുന്ന പലരും പരാജയപ്പെട്ടു പോകുന്നതായി കാണുന്നത് സങ്കടകരമാണ്. ബൈബിൾ സ്കൂളിലോ ബൈബിൾ കോളേജിലോ നമുക്ക് പഠിക്കാൻ കിട്ടുന്ന അവസരം ഉപയോഗിക്കണം, നിശ്ചയമായിട്ടും അത് ഏറ്റവും നല്ലതാണ്. എന്നാൽ അവിടം കൊണ്ട് കാര്യം തീരുന്നില്ല. ദൈവവചനവുമായി ദൈവസന്നിധിയിൽ തനിച്ചിരുന്ന് പ്രാർത്ഥിച്ച് കർത്താവിൽ നിന്ന് പ്രാപിക്കണം. വചനം ശുശ്രൂഷ ചെയ്യുവാനുള്ള ഒരു ഒരുക്കം നമ്മുടെ ഹൃദയത്തിൽ തന്നെ ഉണ്ടാകണം. വചനപ്രകാരം ശരിയാമണ്ണം പെരുമാറുവാനുള്ള ആഗ്രഹവും തീരുമാനവും ഉണ്ടാകണം. അതാണ് ഫലകരമായ ഒരു ശുശ്രൂഷകന്റെ അത്യാവശ്യം വേണ്ട ഘടകങ്ങൾ എന്ന് പറയേണ്ടി വരും. യിരെമ്യാവ് നിശ്ചയമായിട്ടും കർത്താവ് പറഞ്ഞതുപോലെ അവിടുത്തെ വചനം സ്വീകരിക്കാൻ തയ്യാറായി. നിങ്ങൾ പിന്നെ വായിച്ചാൽ മതി. യെശയ്യാവിൻ്റെ ശുശ്രൂഷ മധ്യത്തിൽ ദൈവം തൻ്റെ വചനം അവൻ്റെ വായിൽ നൽകി എന്ന് യെശയ്യാവ് 59-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. യെഹെസ്കേലിന് ശുശ്രൂഷ പരമേൽപ്പിക്കുമ്പോൾ ദൈവം തൻ്റെ വചനം അവൻ്റെ വായിൽ നൽകിയെന്ന് യെഹെസ്കേൽ 3-ാം അധ്യായത്തിൽ കാണുന്നുണ്ട്. വെളിപ്പാട് പുസ്തകം 10-ാം അധ്യായത്തിൽ യോഹന്നാൻ അപ്പോസ്തലന്റെ വായിൽ ദൈവം തൊട്ടു, തൻ്റെ വചനം അവന് തിന്നാൻ കൊടുത്തു എന്ന് നമ്മൾ വായിക്കുന്നു. അപ്പൊ ചുരുക്കത്തിൽ ഈ ദൈവദാസന്മാരൊക്കെ ദൈവം നൽകിയ വചനം സ്വീകരിച്ചുകൊണ്ടാണ് ശുശ്രൂഷ ചെയ്തത്. അപ്പൊ യിരെമ്യാവ് നമ്മളോട് പറയുക ഇന്ന് രാത്രി, മക്കളെ, നിങ്ങൾ കർത്താവിൻ്റെ ശുശ്രൂഷ എത്ര ചെറുതാണെങ്കിലും വലുതാണെങ്കിലും നിങ്ങൾ അത് നിവർത്തിക്കുമ്പോൾ ഓർത്തുകൊള്ളുക, കർത്താവിൽ നിന്ന് സ്വീകരിച്ചിട്ട് വേണം ദൈവജനത്തിന് അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് അത് നൽകുവാൻ. ഇതാണ് നമ്മെ പഠിപ്പിക്കുന്നത്. അപ്പൊ ഇത്രയും കാര്യം നമ്മൾ ചിന്തിച്ചു. ഇനി നമ്മൾ അടുത്തൊരു ഭാഗത്തേക്കൂടെ വരികയാണ്. നമ്മുടെ സമയം വേഗത്തിൽ ഓടിപ്പോകുന്നല്ലോ. അപ്പൊ യിരെമ്യാവിന് ഉപയോഗിക്കാനായിട്ട് ദൈവം ചെയ്തത് തൻ്റെ വചനം നൽകി എന്നുള്ളതാണ്. അതൊന്നാമത്തെ കാര്യമാണ്. പക്ഷെ അതോടൊപ്പം ദൈവം മറ്റൊരു കാര്യം കൂടെ ചെയ്തു. 11-ാം വാക്യവും 13-ാം വാക്യവും നമുക്ക് വായിക്കണം. യിരെമ്യാ പ്രവചനം 1-ാം അധ്യായത്തിൻ്റെ ദൈവം ചെയ്ത സുപ്രധാനമായ രണ്ടാമത്തെ കാര്യം എന്തായിരുന്നു? 1-ാം അധ്യായം 11, 13 വാക്യങ്ങൾ യിരെമ്യാ പ്രവചനം. യഹോവയുടെ അരുളപ്പാട് എനിക്കുണ്ടായി, യിരെമ്യാവേ, നീ എന്ത് കാണുന്നു എന്ന് ചോദിച്ചു. ബദാം, ജാഗ്രത്, വൃക്ഷത്തിന്റെ ഒരു കൊമ്പ് കാണുന്നു എന്ന് ഞാൻ പറഞ്ഞു. യഹോവയുടെ അരുളപ്പാട് 2-ാം പ്രാവശ്യം എനിക്കുണ്ടായി, നീ എന്ത് കാണുന്നു എന്ന് ചോദിച്ചു. തിളയ്ക്കുന്ന ഒരു കലം കാണുന്നു, അത് വടക്കു നിന്ന് പ്രത്യക്ഷമായി വരുന്നു എന്ന് ഞാൻ പറഞ്ഞു. മതി. ദൈവം തൻ്റെ വചനം അവന് നൽകിയിട്ട് നിർത്തിയില്ല. കാര്യങ്ങൾ അതോടെ തീർന്നില്ല. ഇനി പോയി പ്രസംഗിച്ചോ എന്ന് പറഞ്ഞില്ല. രണ്ടാമത്, ദൈവം അവനെ ഉപയോഗിക്കുന്നതിൻ്റെ പ്രത്യേകതകൾ അറിയേണ്ടതിന് 2 ദർശനങ്ങൾ അവന് നൽകി. വചനം നൽകി, ഇപ്പോൾ ദർശനം നൽകുകയാണ്. 2 ദർശനങ്ങളാണ് നൽകിയത്. ഒന്ന്, ഒരു ബദാം കൊമ്പ്. നമ്മൾ ആ ഭാഗത്തേക്ക് വരാം. ഇവിടെ ഓർക്കേണ്ടത്, ദൈവം ഉപയോഗിക്കുവാൻ വിളിച്ച ദൈവദാസന്മാർക്ക് എല്ലാവർക്കും ശരിയായ ദർശനം നൽകിയിട്ടാണ് അവരെ ഉപയോഗിക്കാൻ തുടങ്ങിയത്. ആമോസിനെ വിളിക്കുമ്പോൾ അവന് വെട്ടിക്കിളിക്കൂട്ടത്തെ കാണിച്ചു കൊടുത്തു. എന്ത് സംഭവിക്കാൻ പോകുന്നു എന്ന ബോധ്യത്തോടെയാണ് ആമോസ് ശുശ്രൂഷിച്ചത്. യെശയ്യാവ് നാം മനസ്സിലാക്കുന്നത് പോലെ 6-ാം അധ്യായത്തിൽ ഉയർന്നും പൊങ്ങിയുമുള്ള സിംഹാസനത്തിൽ ദൈവത്തെ കണ്ടു. അതിൻ്റെ അനന്തരഫലമാണ് ശുശ്രൂഷയ്ക്കായിട്ട് യെശയ്യാവ് വേർതിരിഞ്ഞത്. യെഹെസ്കേലിന് കെബാർ നദീതീരത്ത് വെച്ചാണ് ദൈവം ദർശനം നൽകിയത്. പത്രോസിനെ ദൈവം ഉപയോഗിക്കാൻ തീരുമാനിച്ചപ്പോൾ അവനൊരു തുപ്പട്ടി ഇറക്കി കൊടുത്തു. നമുക്കറിയാവുന്ന വസ്തുതയാണ്. പൗലോസ് പറയുന്നത്, ഞാൻ സ്വർഗീയ ദർശനത്തിന് അനുസരണക്കേട് കാണിച്ചിട്ടില്ല. അപ്പോൾ ഇവരൊക്കെ ദർശനം ദൈവം നൽകിയിട്ട് ആ സ്വർഗീയ ദർശനത്തിന് ഒത്തതുപോലെയാണ് അവരൊക്കെ ശുശ്രൂഷ ചെയ്യാൻ തീരുമാനിച്ചത്. പ്രിയപ്പെട്ടവരെ, കർത്താവ് പറഞ്ഞല്ലോ ഒരിക്കൽ, കണ്ണ് ചൊവ്വുള്ളതെങ്കിൽ ശരീരം മുഴുവനും വെടിപ്പായി കാണാം.
കണ്ണ് ചുവ്വുള്ളതെങ്കിൽ, കാഴ്ചപ്പാട് ശരിയാണെങ്കിൽ എല്ലാം ശരിയായി കാണാം. കാഴ്ചപ്പാട് ശരിയല്ലാത്തവന്റെ ശുശ്രൂഷ ദൈവസഭയ്ക്ക് ഗുണകരമാവുകയില്ല. ഇത് പ്രത്യേകം നമ്മൾ ഓർത്തിരിക്കണം. കർത്താവ് ഒരുത്തിന് കണ്ണിന് കാഴ്ച കൊടുത്തു. ഒരു കുരുടൻ അവനോട് ചോദിച്ചു, എന്ത് കാണുന്നു, എങ്ങനെ കാണുന്നു? അവൻ പറഞ്ഞല്ലോ, മനുഷ്യനെ മരം പോലെ കാണുന്നു. ഓ, അതിലും ഭേദം കാണാതിരിക്കുകയല്ലായിരുന്നു. മനുഷ്യനെ മരം പോലെ കാണുന്ന ആളുകൾ ഇന്നുമുണ്ട്. അത് ശരിയായ ദർശനമില്ലാത്തത് കൊണ്ടാണ്. എല്ലാവർക്കും ഒരേ ദർശനമല്ല കർത്താവ് നൽകിയിട്ടുള്ളത്, നമ്മൾ ഓർക്കണം. ജോസഫിന് ദർശനം നൽകിയത് നമുക്കറിയാം. ദാനിയേലിന് ദർശനം നൽകിയത് നമുക്കറിയാം. പത്രോസിന് നൽകിയത്, പൗലോസിന് നൽകിയത്, അതൊന്നും ഒരേ ദർശനമായിരുന്നില്ല. കാലത്തിനനുസരിച്ചിട്ടുള്ള ദർശനമായിരുന്നു. അവരെ കൊണ്ട് എന്ത് ശുശ്രൂഷകൾ ചെയ്യിപ്പിക്കുന്നു എന്നുള്ളതിനെ വെളിപ്പെടുത്തി കൊടുക്കുകയായിരുന്നു. നമുക്കറിയാം, പരേതരായ KV സൈമൺ സാറിന് കൊടുത്ത ദർശനമല്ല ME ചെറിയ സാറിന് കൊടുത്തത്. ദൈവം അങ്ങനെയാ ചെയ്യുന്നത്. ആ കാലത്ത് അവരെ കൊണ്ട് എന്ത് ഉപയോഗിക്കാൻ ദൈവം ആഗ്രഹിച്ചോ അത് അവർക്ക് ബോധ്യമാക്കി കൊടുത്തു. ഇന്നത്തെ ഏറ്റവും വലിയ സങ്കടകരമായ കാര്യമെന്ന് പറയുന്നത്, ആത്മീക ദർശനം ലഭിക്കാത്ത ആരൊക്കെയോ എവിടെയൊക്കെയോ ശുശ്രൂഷകരായിട്ട് അറിയപ്പെടുന്നു. ഭയങ്കര സങ്കടകരമാണ്. മറ്റൊരു കാര്യം, ഒരിക്കൽ ശരിയായ ദർശനം ഉണ്ടായിരുന്ന ആരൊക്കെയോ ഇന്ന് ദർശനം മങ്ങിയവരോ നഷ്ടപ്പെട്ടവരോ ആയി മാറിയിരിക്കുന്നു. ഇത് രണ്ടും ഒരുപോലെ ഗുരുതരമാണ് പ്രിയപ്പെട്ടവരെ. കർത്താവിൻ്റെ ആത്മാവ് തരുന്ന ആത്മീക ദർശനമനുസരിച്ച്, അവിടുത്തെ വചനത്തിലെ സത്യങ്ങൾക്കനുസൃതമായി നാം ദൈവത്തെ സേവിക്കുക. അതാണ് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. അമ്മയുടെ ഉദരത്തിലെ തന്നെ യെരമ്യാവിനെ വേർതിരിച്ചത് ഈ കാര്യത്തിന് വേണ്ടിയായിരുന്നു. ഇവിടെ നമ്മൾ വായിച്ച ഈ വാക്യത്തിലേക്ക് വരികയാണ്. എന്താ യെരമ്യാവിന് ലഭിച്ച ഒന്നാമത്തെ ദർശനം? യെരമ്യാവേ, നീ എന്ത് കാണുന്നു എന്ന് ചോദിച്ചു. ബദാം, ജാഗ്രത വൃക്ഷത്തിന്റെ ഒരു കൊമ്പ് കാണുന്നു എന്ന് ഞാൻ പറഞ്ഞു. 11-ാം വാക്യം. ഇവിടെ ദൈവം നൽകിയ ഒന്നാമത്തെ ദർശനം ഒരു ബദാമിന്റെ കൊമ്പ് കാണിക്കുക, തളിർത്തു വരുന്നൊരു കൊമ്പ്. യെരുശലേമിലെ മറ്റു വൃക്ഷങ്ങളെക്കാൾ ചെറിയതാണ് ഈ ബദാം. നമ്മുടെ നാട്ടിലെ റബ്ബർ മരം പോലെ ചില നാൾ ഇല കൊഴിഞ്ഞു നിൽക്കും. അത് കഴിഞ്ഞ് ഇത് പയ്യെ തളിർക്കാൻ തുടങ്ങും. എന്താ അതിൻ്റെ അർത്ഥം? യഹൂദനെ സംബന്ധിച്ച് ദൈവം ഇപ്പോൾ ഉണങ്ങിയ ബദാം കമ്പ് പോലെ നിൽക്കുക. തണുപ്പില്ല, തണലില്ല, യാതൊരു ഫലവുമില്ല. ഉണങ്ങിയിരിക്കുന്നത് പോലെ, ദൈവത്തിൽ നിന്ന് യാതൊരു നന്മയും അവർക്ക് ലഭിക്കുന്നില്ലാത്തതുപോലെ ഇരിക്കുക. ദൈവം പറഞ്ഞു, യെരമ്യാവേ, ഒരു ബദാം കൊമ്പ് തളുത്തു വരുന്നത് പോലെ ഞാൻ ഉണരുകയാണ്. ഞാൻ പ്രവർത്തിക്കാനായിട്ട് തീരുമാനിച്ചിരിക്കുക. അത് നിന്നെ കൊണ്ട് ചെയ്യിപ്പിക്കണം. അതാണ് എൻ്റെ ആഗ്രഹം. അത് യെരമ്യാവിന് മനസ്സിലായി. അവനതിന് ദൈവത്തോട് വാക്ക് പറഞ്ഞു. ഇവിടെ പറഞ്ഞിരിക്കുന്ന ഒരു വാക്ക് ജാഗ്രത. ഈ ജാഗ്രത എന്ന് പറഞ്ഞാൽ ഷാഗേത് എന്ന വാക്കാണ് അതിനുപയോഗിച്ചിട്ടുള്ളത്. ഉണർന്നിരിക്കുന്നത് എന്ന വാക്കിൻ്റെ അർത്ഥം, ഉണർന്നിരിക്കുന്നത്. അപ്പൊ ദൈവം ഇപ്പോൾ ഉണർന്നിരിക്കുകയാണ്. യഹൂദന് വേണ്ടി പ്രവർത്തിക്കാനായി ദൈവം ഇതാ ഉണർന്നിരിക്കുന്നു. ആ അറിവാണ് യെരമ്യാവിന് നൽകിയത്. 13-ാം വാക്യത്തിൽ നമ്മൾ വായിച്ച രണ്ടാമത്തെ ദർശനം, യഹോവയുടെ അരുളപ്പാട് 2-ാം പ്രാവശ്യം എനിക്കുണ്ടായി. നീ എന്ത് കാണുന്നു എന്ന് ചോദിച്ചു. തിളയ്ക്കുന്ന ഒരു കലം കാണുന്നു, അത് വടക്ക് നിന്ന് പ്രത്യക്ഷമായി വരുന്നു എന്ന് ഞാൻ പറഞ്ഞു. ഒരു കലം തിളച്ചു വരുന്നു വടക്ക് നിന്ന്. അതാണ് യെരമ്യാവിന് ലഭിച്ച രണ്ടാമത്തെ ദർശനം. ഇത് ദൈവജനത്തിൻ്റെ ശത്രു എഴുന്നേറ്റ് വരുന്നതിനെയാണ് ഈ തിളയ്ക്കുന്ന കലം ഇവിടെ കാണിക്കുന്നത്. വടക്കുള്ള ജാതി ബാബേൽ അവരെഴുന്നേൽക്കുകയാണ് യഹൂദനെ പീഡിപ്പിക്കുവാൻ. ഒരു തിളച്ച കലം പോലെ, തിളച്ചു മറിയുന്ന ഒരു കലം നിശ്ചയമായിട്ടും തൊടുന്നവൻ കൈകൊള്ളും. അങ്ങനെ യഹൂദന്റെ വടക്ക് നിന്നും ബാബേൽ വരുന്നു. യഹൂദൻ ശിക്ഷിക്കപ്പെടും, പീഡിപ്പിക്കപ്പെടും എന്ന് പറയുകയാണ്. വാസ്തവത്തിൽ ഒന്ന് ആലോചിച്ച് നോക്ക്. ദൈവജനത്തെ സ്നേഹിക്കുന്ന ഒരു പ്രവാചകന് എങ്ങനെ മിണ്ടാതിരിക്കാൻ കഴിയും? മറ്റൊരു സന്ദർഭത്തിലാണെങ്കിലും യെരമ്യാവ് ഒരിക്കൽ പറഞ്ഞു, അയ്യോ, എനിക്ക് മിണ്ടാതിരുന്നുകൂടാ, എൻ്റെ ഉദരം പിളരുന്നു, എനിക്ക് മിണ്ടാതിരുന്നുകൂടാ. ഒരിക്കലും സഭയെ സ്നേഹിക്കുന്നവർക്ക് മിണ്ടാതിരിക്കാൻ കഴിയുകയില്ല. വേദനയുടെ മധ്യത്തിൽ
ചിലപ്പോൾ ചിലരൊക്കെ നിർഭാഗ്യവശാൽ ചിന്തിച്ചിട്ടുണ്ട്, മതി, എന്തിനാ ഇങ്ങനെയൊക്കെ എന്ന് ചിന്തിച്ചിട്ടുണ്ട്. പക്ഷേ സഭയെ സ്നേഹിക്കുന്ന, കർത്താവിനെ സ്നേഹിക്കുന്ന ദൈവമക്കളെ സംബന്ധിച്ച് അവർക്ക് മിണ്ടാതിരിക്കാൻ പറ്റുകയില്ല. അവർ ദൈവസന്നിധിയിൽ നിലവിളിക്കും, അയ്യോ മിണ്ടാതിരുന്നുകൂടാ, സഭയ്ക്ക് നാശം വരുന്നത് കണ്ടിട്ട്, സഭയ്ക്ക് ക്ഷീണം വരുന്നത് കണ്ടിട്ട്, ദൈവജനത്തിന് ദുഃഖം വരുന്നത് കണ്ടിട്ട്, അയ്യോ എനിക്ക് മിണ്ടാതിരുന്നുകൂടാ. ഇവിടെ വടക്ക് നിന്ന് വരുന്ന ബാബേൽ ശക്തി ദൈവജനത്തെ ഇല്ലായ്മ ചെയ്യുമെന്നുള്ള തിരിച്ചറിവ് യെരമ്യാവിനെ ഉത്സുകനാക്കി. യെരമ്യാവ് പറഞ്ഞു, ദൈവമേ, ഞാൻ പ്രവാചക ശുശ്രൂഷ ചെയ്തു കൊള്ളാം, നീ എന്നോടുകൂടെ ഇരിക്കുമല്ലോ, അത് മതി. ഞാൻ എന്തു പറയണമെന്ന് നീ പറഞ്ഞു തരുമല്ലോ, അത് മതി. അങ്ങനെ യെരമ്യാവ് നിർണായകമായ ഒരു തീരുമാനത്തിൽ എത്തിച്ചേർന്നു. നമ്മൾ ഇന്ന് ഇവിടെ അവസാനിപ്പിക്കേണ്ടിയിരിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, അതിൻ്റെ അനന്തരഫലം എന്തായിരുന്നു അറിയാമോ? നമ്മുടെ വാക്കുകളോട് പറഞ്ഞു തീർക്കാൻ കഴിയുന്നതല്ല. യെരമ്യാവിൻ്റെ ജീവിതവും ശുശ്രൂഷയും, താൻ അനുഭവിച്ച കഷ്ടതകളും, തൻ്റെ കണ്ണുനീരും, തൻ്റെ പ്രാർത്ഥനയും, അതൊക്കെ നിറകണ്ണുകളോടെ മാത്രമേ നമുക്ക് വായിച്ചു തീർക്കാനൊക്കെയുള്ളൂ. നമ്മൾ കേവലം ഒരു ഉപദേശം പറയുകയോ ഒരു കഥ പറയുകയോ ചെയ്യുകയല്ല. നമ്മളെപ്പോലെ മജ്ജയും മാംസവുമുള്ള ഒരു മനുഷ്യൻ്റെ പച്ചയായ ജീവിതം, നിറ യൗവനം കർത്താവിന് വേണ്ടി സമർപ്പിച്ച ഒരു മനുഷ്യൻ്റെ ദുഃഖപൂർണമായ ജീവിതം, അത് നമ്മളിനി പഠിക്കാൻ തുടങ്ങുകയാണ്. കർത്താവ് അനുവദിക്കുന്ന പക്ഷം നിശ്ചയമായും നമുക്കതിൻ്റെ അടുത്ത ഭാഗങ്ങളിലേക്ക് വരേണ്ടി വരും. ഇന്നിവിടെ അവസാനിപ്പിക്കുമ്പോൾ ഓർത്തുകൊള്ളുക, കർത്താവ് അനുവദിക്കുന്ന പക്ഷം വരുന്ന ആഴ്ച നമ്മളിതിൻ്റെ ബാക്കി ചിന്തിക്കാൻ തുടങ്ങുന്നു. യെരമ്യാവ് അനുഭവിച്ച കഷ്ടതകൾ എന്തൊക്കെയായിരുന്നു? ദൈവത്തിൻ്റെ വാക്ക് അനുസരിച്ചത് കൊണ്ട് യെരമ്യാവിന് എന്തെല്ലാം സഹിക്കേണ്ടി വന്നു? അത് ആവർത്തിച്ച് പറയുവാൻ എനിക്ക് തോന്നുക. എന്ന് പറഞ്ഞാൽ, ദൈവമക്കൾ പലരും അനുഭവിക്കുന്നത് അവരനുഭവിക്കുവാൻ യോഗ്യരായതുകൊണ്ടല്ല, പകരം കർത്താവിനോട് വാക്കു പറഞ്ഞു എന്ന ഏക കാരണത്താൽ, ഞാൻ വാക്കു പറഞ്ഞു എനിക്ക് മാറിക്കൂടാ എന്നുള്ള തിരിച്ചറിവാണ് വാസ്തവത്തിൽ വിശ്വസ്തയോടുകൂടെ കഷ്ടതയിലും മിണ്ടാതെ, ആക്ഷേപം പറയാതെ, പരാതി പറയാതെ സഹിക്കാനും ശുശ്രൂഷിക്കുവാനും അവരെ പ്രേരിപ്പിക്കുന്നത്. ഈ രാത്രിയിൽ നമുക്കൊരു തീരുമാനമെടുത്ത് വേണം പ്രാർത്ഥിക്കാൻ. ദൈവമക്കളായ നമ്മളെല്ലാം വിവിധങ്ങളായ ക്ലേശങ്ങൾ അനുഭവിക്കുന്നവരാ, ആക്ഷേപങ്ങൾ അനുഭവിക്കുന്നവരാ, അപവാദങ്ങൾ കേൾക്കുന്നവരാ, വേദന സഹിക്കുന്നവരാ. നമ്മുടെ പ്രശ്നം നമുക്ക് ആരോടും പറയാൻ പറ്റുകയില്ല ഉള്ളതുപോലെ. അങ്ങനെ പറഞ്ഞാൽ ഗ്രഹിച്ച് നമ്മളെ ആശ്വസിപ്പിക്കുവാൻ ഏറെ പേരൊന്നും ഇവിടെ ഉണ്ടാവുകയില്ല. എന്നാൽ കർത്താവ് പറഞ്ഞു, കുഞ്ഞെ, ഞാൻ അറിയുന്നു, നിനക്ക് അല്പമേ ശക്തിയുള്ളൂ, ഞാനത് അറിയുന്നു. അതെന്തൊരു ധൈര്യമാ! കർത്താവ് നമ്മളെ അറിയുന്നല്ലോ, അത് മതി. നമ്മളെ അറിയേണ്ടവൻ അറിയേണ്ടുന്ന വിധത്തിൽ അറിയുമ്പോൾ അതാണ് നമുക്ക് ആശ്വാസകരം. നമ്മളെ സഹായിക്കാൻ കഴിയുന്നവൻ അത് അറിയുന്നു എന്നുള്ളതാണ് നമ്മുടെ ധൈര്യം. അതുകൊണ്ട് ഈ രാത്രി പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് നമ്മുടെ നിരാശയോട് പറയാം, നീ അങ്ങോട്ട് മാറി നിൽക്ക്. നമ്മുടെ വേദനകളോട് പറയാം, നീ അങ്ങ് മാറി നിൽക്ക്, എന്നെ തോൽപ്പിക്കാതെ. പകരം എന്നെ അറിയുന്ന കർത്താവ് എന്നെക്കുറിച്ച് എന്ത് ഉദ്ദേശിക്കുന്നുവോ അതനുസരിച്ച് ഞാൻ ജീവിക്കുവാൻ ആഗ്രഹിക്കുകയാണ്, തീരുമാനമെടുക്കുകയാണ്. അതുകൊണ്ട് കർത്താവെ, ഞാൻ നിന്നെ ആശ്രയിക്കുന്നു എന്ന് ആത്മാർത്ഥയോടെ പറഞ്ഞു വേണം പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കുവാൻ. ഈ രാത്രിയിൽ വചനം ശ്രദ്ധിച്ച എല്ലാവരോടുമുള്ള നന്ദി ഹൃദയംഗമായി അറിയിക്കുന്നു. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.